പൂമുഖത്തെത്തിയ അഭിരാമി. പൂമുഖത്തെത്തിയ അഭിരാമി പതിയെ ചായ കുടിച്ചുകൊണ്ട് ചുറ്റുപാടും ഒന്ന് നോക്കി. താൻ ജനിച്ച തൻ്റെ സ്വന്തം വീട്ടിൽ ഇതുപോലൊരു പുലരി. ആദ്യമായി ഈ വീട്ടിൽ വന്നപ്പോൾ തനിക്ക് ഈ വീടുമായി എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നിയിരുന്നു. അന്നൊരിക്കലും കരുതിയില്ല ഇത് തൻ്റെ സ്വന്തം വീടായിരിക്കുമെന്ന്. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന വീടുമായി സാമ്യമുള്ളൊരു വീട് പോലെ മാത്രമേ അത് തോന്നിയുള്ളൂ. കളകളാരവം മുഴക്കുന്ന കിളികളെയും മറ്റും കണ്ടുകൊണ്ട് ആ പൂമുഖത്ത് നിന്ന് ചായ കുടിക്കുമ്പോൾ തൻ്റെ മനസ്സിലൊരു അനിർവചനീയമായ ഒരു അനുഭൂതി നിറയുന്നത് അഭിരാമി അറിഞ്ഞു. അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു. അല്പനേരം ആ പുലരിയുടെ ആനന്ദാനുഭൂതി ആസ്വദിച്ച ശേഷം അഭിരാമി അമ്പലത്തിൽ പോകുന്ന കാര്യം ഓർത്തു. അവൾ കുളിക്കാനായി അകത്തേക്ക് നടന്നു. അഭിരാമി കുളിച്ചു വന്നപ്പോഴേക്കും ദേവദത്തൻ പോകാനായി വസ്ത്രമണിഞ്ഞ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദേവദത്തനെ കണ്ട അഭിരാമിയുടെ മനസ്സിലൊരു കുളിർമഴ പെയ്തു. ഹൈദരാബാദ് പോകുന്നതിന് മുൻപ് താനച്ഛന് സമ്മാനിച്ച വസ്ത്രമാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. അഭിരാമി ആമോദത്തോടെ ഓർത്തു. ദേവദത്തിന് നേരെ അവളൊരു പുഞ്ചിരി എറിഞ്ഞു. എങ്ങനെയുണ്ട് മോളെ, അച്ഛൻ പൊളിയല്ലേ? ദേവദത്തിനൊന്ന് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അഭിരാമിയോട് ചോദിച്ചു. എൻ്റെ അച്ഛൻ ചുള്ളനല്ലേ? കണ്ടാൽ എൻ്റെ മൂത്ത ചേട്ടനാണെന്നേ പറയൂ. അഭിരാമി രണ്ട് വിരലുകൾ മടക്കി കൈ ഉയർത്തി കാണിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടെ മൊഴി. ആരോട് പറയണ്ട ഞാൻ മോളുടെ അച്ഛനാണെന്ന്. അമ്പലത്തിൽ വരുന്ന തരുണീമണികളെ നമ്മളായിട്ട് വെറുതെ നിരാശപ്പെടുത്തേണ്ടല്ലോ. ദേവദത്തിന് ഒരു കുസൃതി ചിരിയോടെ മൊഴിഞ്ഞു. അയ്യോട, അച്ഛൻ്റെ ഉള്ളിലെ പണ്ടത്തെ പൂവാലൻ ഉണർന്നു. അപ്പോഴേക്കും അഭിരാമി ദേവദത്തിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ച്. ദേവദത്തിനൊരു ചിരിയോടെ കണ്ണിറുക്കി. ഉവ്വ്, എൻ്റെ അച്ഛനാണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. വേറെ തരുണീമണികളെ നോക്കുമ്പോൾ. അഭിരാമി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, മോളിതുവരെ റെഡിയായില്ലേ പോകാൻ? വേഗം ഒരുങ്ങ്. അമ്പലത്തിൽ പോയി വന്നില്ലെങ്കിൽ പച്ചവെള്ളം തരില്ലെന്ന് പറഞ്ഞ് ഒരാൾ അടുക്കളയിൽ നിൽപ്പുണ്ട്. ദേവദത്തിനൊരു ചിരിയോടെ മൊഴിഞ്ഞു. അച്ഛൻ കുളിച്ചു കഴിഞ്ഞപ്പോഴേ ഓർത്ത് എൻ്റെ ഡ്രസ്സൊക്കെ കിടക്കുന്ന ഹോസ്റ്റലിലാണെന്ന്. തിരക്കിട്ട് പോയതായിരുന്നല്ലോ. നമുക്ക് കാക്കനാട് ഭാഗത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ പോരെ? അഭിരാമി വിഷാദം കലർന്ന മുഖത്തോടെ ദേവദത്തിനോട് ചോദിച്ചു. ദേവദത്തിന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്പലത്തിൽ പോകുമ്പോൾ ധരിക്കാനുള്ള ഡ്രസ്സ് കിട്ടിയാൽ പോരെ എൻ്റെ കുട്ടിക്ക്? ദേവദത്തൻ പുഞ്ചിരിയോട് ചോദിച്ചു. അത് മതി. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പൊ പുറത്തുപോയി വാങ്ങാനാണ് ഉദ്ദേശം? അഭിരാമി ഒരു ആകാംക്ഷയോട് ചോദിച്ചു. അച്ഛൻ എങ്ങോട്ട് പോകുന്നില്ല, മോള് വാ. അത് പറഞ്ഞുകൊണ്ട് ദേവദത്തൻ അഭിരാമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിന്റെ ഒരു വശത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്തിനെന്നറിയാതെ അഭിരാമി നേരിട്ടിട്ട് കൂടെ നടന്നു. ഹാളിന്റെ ഒരു വശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മുകളിലേക്കിട്ട് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ അടുത്തേക്കാണ് ദേവദത്തൻ അഭിരാമിയെ കൊണ്ടുപോയത്. മുകൾ നിലയിലോട്ട് താനിതുവരെ പോയിട്ടില്ലല്ലോ എന്ന് അഭിരാമി ഓർത്തു. അഭിരാമി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവദത്തൻ അവളെയും കൊണ്ട് പടികൾ നടന്ന് കയറാൻ തുടങ്ങിയിരുന്നു. അച്ഛൻ വളരെ ഉത്സാഹത്തിലാണെന്ന് അഭിരാമി അറിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ അവർ മുകൾ നിലയിലെത്തി. മുകളിൽ 2 മുറികളുണ്ട്, പിന്നെ പുറത്തൊരു സിറ്റ് ഔട്ടും. ഈ വീട്ടിൽ വന്നപ്പോഴൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്ന് അഭിരാമി ഓർത്തു. ദേവദത്തിന് ഒരു മുറി തുറന്ന് അഭിരാമിയെ കൊണ്ട് അകത്തേക്ക് കയറി. മുറിക്കകത്ത് കയറിയപ്പോൾ ആ മുറിയിൽ 2-3 അലമാരികൾ അഭിരാമി കണ്ടു. അതിൽ ആദ്യത്തെ അലമാരി തുറക്കാൻ ദേവദത്തിനോട് അഭിരാമി ആവശ്യപ്പെട്ടു. അച്ഛൻ തനിക്ക് ഏതോ സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്ന് അഭിരാമി ഉറപ്പിച്ചു. ഒരു ജിജ്ഞാസയോട് ദേവദത്തിന്റെ നേർക്ക് നോട്ടം അയച്ചുകൊണ്ട് അഭിരാമി അലമാരി തുറന്നു. അത് തുറന്നു നോക്കി അവൾ അമ്പരന്ന് പോയി. അച്ഛാ, ഇത്? അലമാരി തുറന്നു നോക്കി ഒരു അത്ഭുതത്തോടെ അഭിരാമി ദേവദത്തിനോട് ചോദിച്ചു. അതെ, അതിലുള്ളതൊക്കെ അച്ഛൻ്റെ പുലിക്കുട്ടിക്കുള്ളതാ. ദേവദത്തൻ വാത്സല്യം കലർന്നൊരു ചിരിയോടെ അഭിരാമിക്ക് മറുപടി നൽകി. ദേവദത്തിന്റെ മറുപടി കേട്ട അഭിരാമി ആ അലമാരയിലേക്ക് വീണ്ടും വീണ്ടും നോട്ടം അയച്ചുകൊണ്ടിരുന്നു. അതിലൊരു പെൺകുട്ടിക്ക് ചെറിയ പ്രായം മുതൽ തന്റെ ഇന്നത്തെ പ്രായം വരെ എന്തൊക്കെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആവശ്യമുണ്ടോ അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. അഭിരാമി ഒരു അമ്പരപ്പോടെ ദേവദത്തനെ നോക്കി. അച്ഛൻ തന്നെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അഭിരാമി കണ്ടു. നിങ്ങൾ പോയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൂട്ടിയതാ. നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളും പിന്നെ നിങ്ങളുടെ ഓരോ പിറന്നാളിനും എന്തെങ്കിലും എൻ്റെ മക്കൾ വരുന്നത് കാട്ട് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടി. അച്ഛൻ്റെ ഓരോ വട്ട്. ദേവദത്തൻ പുഞ്ചിരിയോട് മൊഴിഞ്ഞു. അഭിരാമി പുറത്തൊരു ദേവദത്തൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കുസൃതിയോടെ ദേവദത്തൻ്റെ മീശയിൽ പിടിച്ചു. ദേവദത്തൻ ഒരു മന്ദഹാസത്തോടെ അവളുടെ കുസൃതിയും ആസ്വദിച്ചു നിന്നു. താൻ ആദ്യമായി മീശയിൽ പിടിച്ച് വലിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്തുണ്ടായ ഭാവം അഭിരാമി ഓർത്തു. ദേവദത്തൻ്റെ മനസ്സിലും അന്നത്തെ രംഗമായിരുന്നു അപ്പോൾ. അഭിരാമി ദേവദത്തൻ്റെ ഇരു കവിളുകളിലും ചുംബിച്ചു. ദേവദത്തൻ തിരിച്ചും അവളുടെ കവിളിൽ ചുംബനങ്ങൾ നൽകി. അപ്പോൾ അച്ഛൻ്റെ മോളിൽ ഇതിലേതെങ്കിലും ഒന്ന് ഉടുത്തൊരുങ്ങി സുന്ദരിക്കുട്ടിയായി താഴേക്കുക. അച്ഛൻ അവിടെ കാത്തിരിക്കാം.
അഭിരാമിയുടെ ഇരു കവിളുകളിലും കൈകൾ ചേർത്ത് അതീവ വാത്സല്യത്തോടെ മൊഴിഞ്ഞു. അഭിരാമി ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. അടുത്ത അലമാര തുറന്നു നോക്കി. അതിലും ആദ്യത്തെ അലമാരയിൽ കണ്ട പോലെയുള്ള കാഴ്ചയായിരുന്നു. അത് മീനുമോൾക്കും പിന്നെ അടുത്തതിൽ മോളുടെ അമ്മയ്ക്കുമുള്ളതാ. അത്ഭുതപരതന്ത്രമായ അഭിരാമി ദേവദത്തന്റെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ ദേവദത്തന്റെ മറുപടി വന്നു കഴിഞ്ഞു. അഭിരാമി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അലമാരയിൽ വെച്ച സാധനങ്ങളിലൂടെ തന്റെ കൈകൾ ഓടിച്ചു. അമ്മയ്ക്കായി കരുതിയ സാധനങ്ങൾ നിറഞ്ഞ അലമാരയുടെ നേരെ അഭിരാമി നോക്കിയത് പോലുമില്ല. ദേവദത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അവൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാൻ നിന്ന് ദൈവത്തിൽ ഒരു നോവുണർത്തി. തന്റെ മക്കൾ അവരുടെ അമ്മയെ, തന്റെ ലച്ചുവിനെ എത്രത്തോളം വെറുക്കുന്നു എന്ന് ദേവദത്തൻ അറിഞ്ഞു. തന്റെ ലച്ചുവിന് മക്കളുടെ ഈ പെരുമാറ്റം സഹിക്കുവാൻ കഴിയുമോ? ലച്ചുവിന്റെ മനസ്സ് വിഷമിച്ചാൽ തനിക്കും അത് സഹിക്കുമോ? ദേവദത്തിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ശരങ്ങളായി പതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അഭിരാമി തനിക്കായുള്ള സാധനങ്ങൾ വെച്ച് അലമാരയിലേക്ക് തിരിഞ്ഞു നിന്നിരുന്നു. അഭിരാമിയോട് അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് അണിഞ്ഞുകൊണ്ട് താഴേക്ക് വരാൻ നിർദ്ദേശിച്ച ദേവദത്തൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി. ദേവദത്തൻ പോയി കഴിഞ്ഞപ്പോൾ അഭിരാമി തന്റെ അലമാരയിലേക്ക് തുറന്നു. ഏറ്റവും മുകളിലായി കണ്ട കവർ എടുത്തു നോക്കി. അതിലൊരു ദാവണി സെറ്റ് അവൾ പുറത്തെടുത്തു. താനാരാണെന്നറിയാതെ ഈ വീട്ടിൽ വെച്ച് ആഘോഷിച്ച പിറന്നാൾ ദിവസത്തിൽ വാങ്ങിയതാവും അച്ഛനത്. സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരിയോട് അവൾ അതിനൊന്ന് തലോടി. മേലെ ഒരറി അവൾ തുറന്നു നോക്കിയപ്പോൾ ചില ജ്വല്ലറി ബോക്സുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ അവൾ ഓരോന്നായി തുറന്നു നോക്കി. പലതരത്തിലുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങൾ നിറഞ്ഞ ബോക്സുകൾ. തനിക്ക് പ്രായപൂർത്തിയായത് കണക്കാക്കി വാങ്ങി വെച്ചതാവും അച്ഛൻ. ആ അറയ്ക്ക് പുറത്ത് വസ്ത്രങ്ങളുടെ കൂടെ ഉള്ളതെല്ലാം ഫാൻസി സിൽവർ ആഭരണങ്ങളായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അതിൽ ചിലതെല്ലാം അവൾ തിരഞ്ഞെടുത്തു. താൻ ഒരിക്കൽ പോലും ദാവണി ഉടുത്തിട്ടില്ല. ഹൈദരാബാദിൽ പലരും ഉടുത്തു കണ്ടിട്ടുണ്ടെങ്കിലും അതുപോലെയുള്ളത് വാങ്ങുവാനോ ഉടുത്തു നോക്കുവാനോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ദാവണി ഉടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിരാമി മനസ്സിലോർത്തു. അവൾ തന്റെ ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. താഴെ അഭിരാമിയും കാത്ത് പടികൾക്ക് താഴെ നിന്ന് ദേവദത്തൻ അണിഞ്ഞൊരുക്കി വരുന്ന അഭിരാമിയെ കണ്ട അത്ഭുതത്തോടെയും അതിലേറെ വാത്സല്യത്തോടെയും നോക്കി നിന്നു. താൻ പിറന്നാൾ ദിവസം വാങ്ങിയ ദാവണി സെറ്റ് തന്നെ ഉടുത്തു വന്നിരിക്കുന്നു തന്റെ മകൾ. കഴുത്തിൽ സ്വർണത്തിന്റെ ഒരു ചെറിയ മാലയും കാതിലണിഞ്ഞ കമ്മലും ഒക്കെ താൻ അവൾക്കായി വാങ്ങി വെച്ചത് തന്നെ അണിഞ്ഞു വന്നിരിക്കുന്നു. പട്ടുപാവാട അല്പം പൊക്കി നടന്നിറങ്ങുന്ന അഭിരാമിയുടെ കാലുകളിൽ താൻ അവൾക്കായി വാങ്ങിച്ച സ്വർണ പാദസരം അണിഞ്ഞതും ദേവദത്തന്റെ മിഴികളിൽ ഉടക്കി. പിന്നിലഴിച്ചിട്ട നീണ്ട മുടി. സുന്ദരിയാണ് തന്റെ മകൾ, അവളുടെ അമ്മയെ പോലെ. ദേവദത്തൻ അവളെ നോക്കി അഭിമാനത്തോടെ ഓർത്തു. ലച്ചുവിന്റെ അതേ ശരീരപ്രകൃതി തന്നെയാണ് അനുമോൾക്കും. പക്ഷേ മുഖഛായ ലച്ചുവിന്റെയോ തന്റെയോ ഒറ്റ നോട്ടത്തിലില്ല. ചിലപ്പോൾ ലച്ചുവിന്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ആവാം. മുഖഛായ ഇല്ലെങ്കിലും ലച്ചുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കും. ആ അഭിമുഖ പരിപാടിക്ക് സാരി ഉടുത്ത് വന്നു നിന്നപ്പോൾ ഒരു നിമിഷം താൻ ലച്ചുവിനെ ഓർത്തു പോയിരുന്നു. ദേവദത്തനോട് മന്ദഹാസത്തോടെ ചിന്തിച്ചുകൊണ്ട് നിന്നു. അച്ഛാ, ഈ നാടൻ പെൺകുടി വേഷത്തിൽ എങ്ങനെയുണ്ട് അച്ഛൻ്റെ അനുമോൾ? അഭിരാമി ഒരു കൈ എളിയിൽ വെച്ച് മറുകൈ കൊണ്ട് ദാവണിത്തുമ്പ് കൈയിലിട്ട് കറക്കി ഒരു ചിരിയോടെ ചോദിച്ചു. അച്ഛൻ്റെ മോൾ ഏത് വേഷത്തിലും സുന്ദരിയല്ലേ? ദേവദത്തൻ അവളുടെ നേരെ 2 വിരലുകൾ വൃത്താകൃതിയിൽ വച്ചുകൊണ്ട് കൈ ഉയർത്തി പറഞ്ഞു. അച്ഛൻ്റെ അല്ലേ മോള്, അപ്പൊ സുന്ദരിയാവാതിരിക്കോ? അഭിരാമി ഗർവ് നിറഞ്ഞൊരു ചിരിയോടെ മൊഴിഞ്ഞു. മോളി ഡ്രസ്സ് തന്നെ ഇടണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും. അത് മനസ്സിലാക്കിയ പോലെ എൻ്റെ കുട്ടി അതിട്ട് വന്നപ്പോൾ അച്ഛന് തോന്നുന്ന സന്തോഷം വിവരിക്കാൻ വാക്കുകളില്ല. ദേവദത്തന്റെ മുഖത്ത് തന്റെ ആഗ്രഹം മകൾ സാധിപ്പിച്ചു തന്നതിലുള്ള സംതൃപ്തി പ്രകടമായിരുന്നു. അച്ഛൻ എനിക്കായി വാങ്ങി വെച്ചതൊന്നും ഞാൻ ഒഴിവാക്കില്ല. എല്ലാം അണിയാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. എന്നാലും ഇപ്പോൾ പാകമാവുന്നതൊക്കെ ഞാൻ ഓരോ ദിവസമായി അണിയും. ഇന്നിത്ര മതിയെന്ന് തീരുമാനിച്ചു. അഭിരാമിയുടെ മുഖത്ത് ഇതുവരെ കാണാത്തൊരനുഭൂതി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഉളവായി ദേവദത്തന് അഭിരാമി അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പാകമാവാത്തത് നമുക്ക് മോൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് കൊടുക്കാം. ദേവദത്തൻ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ മൊഴിഞ്ഞു. പോ അവിടുന്ന്. അഭിരാമി ഒന്ന് ചുരുങ്ങിക്കൊണ്ട് ദേവദത്തന്റെ കവിളിൽ പിടിച്ച് മൃദുവായി ഒന്ന് കടിച്ചു. ദേവദത്തൻ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. എന്തു പറ്റി? എൻ്റെ അച്ഛന് വട്ടായോ? ദേവദത്തൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട അമ്പരന്ന് അഭിരാമി ചോദിച്ചു. ചെറുപ്പത്തിലെ സ്വഭാവം ഇതുവരെ എൻ്റെ മോൾ അനുമോൾ വിട്ടിട്ടില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാ. ദേവദത്തൻ ചിരി അടക്കാനാവാതെ പറഞ്ഞു. അതെന്താ സംഭവം? അഭിരാമി ഉത്സാഹഭരിത ആയിക്കൊണ്ട് ചോദിച്ചു. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ടി വിയിൽ ഒരു പുലി കടിക്കുന്ന രംഗമേതോ സിനിമയിൽ കണ്ടിട്ട് പുലി എന്ന് തപ്പിപ്പെറുക്കി പറഞ്ഞുകൊണ്ട് മോള് കടിക്കുകയായിരുന്നു എന്നെയും അമ്മയും. അങ്ങനെയാണ് മോള് ഞങ്ങളുടെ പുലിക്കുട്ടിയായത്. ദേവദത്തൻ അഭിരാമിയുടെ താഴത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരി. അമ്മ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കരുതിയത് ചില സമയത്തുള്ള എൻ്റെ പൊട്ടിത്തെറിച്ചുള്ള സ്വഭാവം കാരണമാണെന്നായിരുന്നു.
അഭിരാമി ചിരിയോടെ പൊഴിഞ്ഞു. ആ സ്വഭാവം കാരണമാണ് ദത്തൻ സാറിന് പുലിക്കുട്ടിയായത്. ദേവദത്തിനൊന്ന് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദത്തൻ സാറിന്റെ പുലിക്കുട്ടിയാവണ്ട, അച്ഛന്റെ പുലിക്കുട്ടിയായാൽ മതി. ഒരു കൊഞ്ചലോടെ മൊഴിഞ്ഞുകൊണ്ട് അഭിരാമി ദേവദത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അച്ഛനും മോൾക്കും ഇതുവരെ ഇറങ്ങാറായില്ലേ? അങ്ങോട്ട് വന്ന രാമേട്ടന്റെ ശബ്ദം ഇരുവരുടെയും ശ്രദ്ധയങ്ങ് തിരിച്ചു. ഇറങ്ങുവാണ് രാമേട്ട. ദേവദത്തിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. രാമശന്റെ അനുമോൾ സുന്ദരിക്കുട്ടിയായിട്ടില്ലേ? ഒരു കുസൃതിയോടെ അഭിരാമി രാമേട്ടനോട് ചോദിച്ചു. പിന്നില്ലാതെ, രാമശന്റെ അനുകുട്ടി സുന്ദരിയല്ലേ? ഏത് വേഷത്തിലും. രാമേട്ടൻ അവളെ പുകഴ്ത്തിക്കൊണ്ട് മറുപടി നൽകി. ദേവദത്തനും അഭിരാമിയും രാമേട്ടനോട് പറഞ്ഞിറങ്ങി. കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന അച്ഛനെയും മകളെയും രാമേട്ടൻ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. പുറത്ത് കാറിനടുത്ത് എത്തിയപ്പോൾ അഭിരാമി ദേവദത്തിനോട് കാറിന്റെ കീ ആവശ്യപ്പെട്ടു. ദേവദത്തൻ അവളോട് എന്തിനാണെന്ന് തിരക്കി. അച്ഛാ, ഞാൻ വണ്ടി ഓടിക്കാം. അഭിരാമി ഒരു പുഞ്ചിരിയോട് പൊഴിഞ്ഞു. മോള് വണ്ടി ഓടിക്കുമായിരുന്നോ? എന്നിട്ട് എന്തേ ഇതിനു മുമ്പൊന്നും ചോദിക്കാഞ്ഞത്? ദേവദത്തിനൊരു അത്ഭുതത്തോടെ തിരക്കി. അന്നൊക്കെ ഈ വണ്ടി എഴുത്തുകാരൻ ദേവദത്തൻ നരസിംഹത്തിന്റെ വണ്ടിയായിരുന്നു. ഇപ്പോഴിത് എൻ്റെ അച്ഛൻ ദേവദത്തന്റെ വണ്ടിയാണ്. അതായത് എൻ്റെ സ്വന്തം വണ്ടി. അതുകൊണ്ട് ഞാൻ ഓടിക്കാം. അഭിരാമി ഒന്ന് കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഒരു ചിരിയോടെ ദേവദത്തൻ കീ അവളുടെ നേരെ നീട്ടി. ഇരുവരും കാറിൽ കയറിയിരുന്നപ്പോൾ അഭിരാമി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പതിയെ മുന്നോട്ടെടുത്തു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.